പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 34:18. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായി ഉണ്ടാകുന്ന സംഭവങ്ങൾ, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ തകർക്കുന്നതും ഹൃദയത്തെ തകർക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. എന്നാൽ ആ സമയങ്ങളിൽ നല്ലൊരു സ്നേഹിതൻ്റെ, നല്ലൊരു സഖിയുടെ, ആത്മാർത്ഥ സഹോദരന്മാരുടെ, സഹോദരിമാരുടെയൊക്കെ ഇടപെടൽ, അവരുടെ സാമീപ്യം, അവരുടെ ആശ്വാസ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ ഒരു പരിധിവരെ ആശ്വസിപ്പിക്കുവാൻ ഇടയായിത്തീരും. എന്നാൽ സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ ഇടയിൽ ഇറങ്ങി വരികയും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിത്യമായ സമാധാനം, സന്തോഷം പ്രാപിപ്പാനിടയായിത്തീരും. വിശുദ്ധ വേദപുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഹാഗാർ അബ്രഹാം കൊടുത്ത അപ്പവും ഒരു തുരുത്തി വെള്ളവുമായി തൻ്റെ മകനുമായി ബേർശേബ മരുഭൂമിയിലേക്ക് കടന്നു പോകുന്ന അനുഭവങ്ങൾ കാണുവാൻ സാധിക്കും. കൊടുത്ത അപ്പവും വെള്ളവും ഒക്കെ തീർന്ന് പട്ടിണിയായപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം ഉയർന്നപ്പോൾ അതിൻ്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് ഒരു അമ്പിൻപാട് ദൂരത്ത് മാറി നിന്ന് വ്യസനത്തോടെ, ഹൃദയനുറുക്കത്തോടെ കരഞ്ഞ ഹാഗാറിൻ്റെയും പൈതലിൻ്റെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വരുന്നതായിട്ടും അവർക്കുള്ള പ്രൊവിഷനോടെ ഒരുക്കപ്പെടുന്നതായിട്ടും അവനെ അനുഗ്രഹിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ശമൂവേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പ്രതിയോഗിയുടെ മുഷിപ്പ് മൂലം വ്യസനത്തിലായ ഹന്ന ദൈവാലയത്തിലേക്ക് കടന്നു ചെന്ന് വിതുമ്പി കരഞ്ഞ് ഹൃദയം പകർന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന അനുഭവത്തിൽ ദൈവാത്മാവ് ഇറങ്ങി വന്ന് പ്രവാചകനിലൂടെ, പുരോഹിതനിലൂടെ തൻ്റെ അപേക്ഷയ്ക്ക് ഉത്തരം നൽകുന്നതായി കാണുവാൻ സാധിക്കും. പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ അടുക്കൽ വന്ന ആ ശമരിയക്കാരത്തെ സ്ത്രീ, വെള്ളം കോരുവാമെന്ന സ്ത്രീ, അവളോട് കർത്താവിൻ്റെ സാമീപ്യത്തിൽ അവൾക്ക് അവരുടെ പാപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുകയും അതുപോലെ ക്രിസ്തു എന്നാൽ മശീഹയെ കണ്ടെത്തുവാനിടയായിത്തീർന്നു. 3 വ്യത്യസ്ത സാഹചര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. 3 സ്ത്രീകൾ അവരുടെ ജീവിതത്തിലുണ്ടായത്. 1, മകൻ്റെ മരണം കാണുവാൻ വയ്യ എന്ന് പറഞ്ഞ് കരഞ്ഞ വ്യക്തി. 2, ഒരു പൈതലിന് വേണ്ടി കരഞ്ഞ വ്യക്തി. 3, തൻ്റെ പാപത്തെ വെളിപ്പെടുത്തി മശീഹയെ കണ്ടെത്തിയ വ്യക്തി. ആമേൻ. സ്തോത്രം. ഈ 3 സന്ദർഭങ്ങളിലും നാം കാണുന്നത് ദൈവത്തിൻ്റെ സാമീപ്യമാണ്. ഇവിടെ നമ്മൾ സംഘത്തിൽ വായിച്ച്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിത സാഹചര്യം ഏതു തന്നെയായാലും ഹൃദയനുറക്കത്തോട്, മനസ്സ് തകർച്ചയോടെ ഭാരപ്പെടുന്ന, വിഷമിക്കുന്ന വിഷയങ്ങൾക്ക് ഇന്ന് പകൽക്കാലം മറുപടി കൊടുത്ത് ജയത്തിൻ്റെ, ഉല്ലാസത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ആ സന്തോഷം അനുഭവിപ്പാൻ, നിത്യസമാധാനം അനുഭവിപ്പാൻ നിന്റെ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ടെ. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.